നമസ്കാരം. പൊതുജനം കഴുതയല്ല എന്ന അധികാരികളെ ഓർമ്മിപ്പിക്കാനും ജനങ്ങൾ കോർക്കാനുമുള്ള ജനകീയ വാർത്താ നേരമാണ്. ജനകീയ വിഷയങ്ങൾ എന്നത്തെയും പോലെ ഇന്നും ഏറെയുണ്ട് പറയാൻ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ബി ദിലീപ് കുമാർ. ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയോടെ കേരളത്തിലെ CPIM-ൽ ഇത് ഏറ്റുപറച്ചിലുകളുടെ കാലമാണ്. തെറ്റുകളും വീഴ്ചകളും തുറന്നു സമ്മതിക്കാതെ ജനവിശ്വാസമാർജിക്കാൻ വേറെ കുറുക്കുവഴിയില്ലെന്ന തിരിച്ചറിവിലാണ് സമീപകാല ചരിത്രത്തിലൊന്നുമില്ലാത്ത വിധം CPIM നേതൃത്വം പരസ്യമായ കുറ്റസമ്മതം നടത്തുന്നത്. ഭരണത്തിലിരിക്കുന്ന കാലത്ത് ചെയ്തുകൂട്ടിയ തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടിയവരെ എതിർ രാഷ്ട്രീയത്തിൻ്റെ ചാപ്പയടിച്ചും പുലഭ്യം പറഞ്ഞും ആക്രമിച്ച നേതാക്കൾക്കെല്ലാം തോറ്റ ശേഷമാണ് നേരം വെളുക്കുന്നത്. അപ്പോഴും വെളിപ്പെടുന്നത് ജനവിധിയുടെ കരുത്താണ്. അടി ചെയ്യും ഗുണം അണ്ണൻ തമ്പിയും ചെയ്യില്ലെന്നാണല്ലോ നാട്ടുമൊഴി. കാണാം തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏറ്റുപറച്ചിലിൻ്റെ കാലം. CPIM-നെ തോൽപ്പിക്കാൻ വലിയ പ്രയാസമില്ല, എന്നാൽ തോറ്റുവെന്ന് സമ്മതിപ്പിക്കാനാണ് പ്രയാസം. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴൊക്കെ നാം പതിവായി കേൾക്കുന്ന കാര്യമാണിത്. ഇതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. സംശയമുള്ളവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ശേഷവും തദ്ദേശ ഫലം വന്ന ശേഷവും CPIM നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടാൽ മതി. വോട്ട് കണക്ക് തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കുന്നത് കണ്ടാൽ ആരാണ് തോറ്റുപോയതെന്ന് നമ്മൾ സംശയിച്ചു പോകും. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഇതിനുള്ള അവസരങ്ങളൊന്നും നൽകിയിട്ടില്ല. അത്രയ്ക്ക് ദയനീയമായി ജനം തോൽപ്പിച്ചു കളഞ്ഞു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF-ൽ ലഭിച്ചത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് വിഹിതമാണ്. 98 സീറ്റിൽ നിന്ന് 35 സീറ്റിലേക്ക് ചുരുങ്ങിയ ഇടതുമുന്നണിയുടെ വോട്ട് വിഹിതം 45.28% നിന്ന് 37.61% കൂപ്പുകുത്തി. മൂന്നാമതും തുടർഭരണമെന്ന് മനക്കോട്ട കെട്ടിയിരിക്കുമ്പോഴാണ് ജനം മുഖമടച്ച് പ്രഹരിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ടാണ് അധികാര ചിഹ്നമെന്ന് കരുതിപ്പോരുന്ന ഇന്നോവ ക്രിസ്റ്റയിൽ ചീറിപ്പാഞ്ഞുകൊണ്ട് വളച്ചുകെട്ടിയ ഭാഷയിലും ഇസ്തിരിവടിവിലും സംസാരിച്ചവരെല്ലാം മണ്ണിലേക്ക് ഇറങ്ങിവന്ന് വീഴ്ച ഏറ്റുപറയാൻ നിർബന്ധിതരാകുന്നത്. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ശബരിമലയുടെ പ്രശ്നം, അതിൽ നമ്മൾ നടപടിയെടുക്കും. അതിൽ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം വന്നപ്പോൾ തന്നെ അതിലെ അനൗചിത്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അപ്പോഴൊക്കെ മൗനം പാലിക്കുകയോ കണ്ണടച്ചിരിക്കുകയോ ചെയ്തവരൊക്കെ ഇപ്പോൾ കണ്ണു തുറന്നിട്ടുണ്ട്. ഇതൊക്കെ തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടാൻ തോൽക്കേണ്ടി വന്നു എന്ന് മാത്രം. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഉണ്ടായ ഒരു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ള സ്വയംവിമർശനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പാർട്ടിയിൽ നടത്തിയിട്ടുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പുകൾ മാനിക്കാതെ വീണ്ടും അവർക്കുമേൽ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചതിൻ്റെ ഫലമാണ് CPIM-ഉം ഇടതുമുന്നണിയും ഇന്ന് അനുഭവിക്കുന്നത്. പാർട്ടിക്കകത്ത് നിന്ന് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയവരെ വിഭാഗീയതയുടെ ഭാഗമെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തി. എല്ലാ തെറ്റിനും ഓശാന പാടുന്നവരെ പന പോലെ വളർത്തി. അവരിൽ ചിലർ ജില്ലാ സെക്രട്ടറിമാരുമായി. പാർട്ടിക്ക് പുറത്തു നിന്ന് തെറ്റിനെതിരെ ശബ്ദിച്ചവരെ പാർട്ടി വിരുദ്ധരെന്നും കുതിതിരിപ്പുകാരെന്നും ചാപ്പയടിച്ചു. അധികാരത്തിൻ്റെ സുഖശീതളമയിൽ എതിർസ്വരങ്ങൾ നേതാക്കൾക്ക് അസഹ്യമായിരുന്നു. വാഴ്ത്തൽ അതിപ്പോൾ തിരുവാതിരയോ സംഘഗാനമോ ഏതായാലും മുഷിയില്ല എന്നായിരുന്നു നേതാക്കളുടെ മനോഗതം. ഇതിനെല്ലാം കൊടുക്കേണ്ടി വന്ന വിലയാണ് ഇപ്പോഴത്തെ ദയനീയമായ തോൽവി. ഇതെല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും പാർട്ടി പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഊഴമിട്ട് ഏറ്റുപറച്ചിലുകൾ നടത്തുന്ന സഖാക്കൾ MA ബേബിയും P രാജീവുമെല്ലാം CPIM-ന്റെ സംസ്ഥാന സമിതി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ 1-ാം പേജിലെ 3-ാം പാരഗ്രാഫ് ഒരാവർത്തി കൂടി വായിക്കണം. കീഴ്ഘടകങ്ങളിലെ ചർച്ചയിൽ പങ്കെടുത്ത ഒരു വിഭാഗം സഖാക്കൾ വലതുപക്ഷ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നടക്കുന്ന പാർട്ടി വിരുദ്ധ ചർച്ചകൾ അതേപടി അവതരിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ. പഴയ വിഭാഗീയതയുടെ അവശിഷ്ടങ്ങൾ മനസ്സിൽ വെച്ച് ചർച്ചയിൽ പങ്കെടുത്തവരുമുണ്ടെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയെല്ലാം അവലോകന റിപ്പോർട്ടിൽ എഴുതി വെച്ച ശേഷം ഏറ്റുപറച്ചിൽ നടത്തിയിട്ട് എന്താണ് കാര്യം? തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. പൊതുജനം കഴുതയല്ല സാർ. പഠിക്കുമോ പാർട്ടി, തിരുത്തുമോ പാർട്ടി എന്നതാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.
നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നുണ്ട്. വനജ PR പറയുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാതെ പിന്നീട് ആലോചിച്ചാൽ ഫലം കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. മോഹനൻ പിലാത്തറ പറയുന്നു, തെരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടിയായാലും വിജയവും തോൽവിയും സ്വാഭാവികമാണ്. എന്നാൽ പരാജയ കാരണം ഒരു വ്യക്തിയുടെ തലയിൽ ചാരാതെ എല്ലാവരും ഒരുമിച്ചേറ്റെടുക്കണം. ആരും ആരുടെയും മുകളിലല്ല, പ്രസ്ഥാനമാണ് വലുത് എന്നാണ് മോഹനൻ പിലാത്തറയുടെ അഭിപ്രായം. മിനി ബാബു പറയുന്നു, ഇനി എന്ത് വീഴ്ച കണ്ടുപിടിക്കാൻ, ഭരണത്തിൻ്റെ അനന്തരഫലം കണ്ടത് റിസൾട്ടിലാണ്. ആരാണ് ഒരു ആഗ്രഹിക്കാത്തത്? ധിക്കാരം കുറയട്ടെ എന്ന് നന്ദനൻ KV പറയുന്നു, CPIM-നെ ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ എത്ര ബന്ധപ്പെടുന്നു? ഉള്ള വിഭാഗീയത വർദ്ധിപ്പിച്ച് സന്തോഷിക്കാനല്ലേ എന്ന്. ഇബ്രാഹിം KK പറയുന്നു, ശവത്തിൽ കുത്തല്ലേ എന്ന്. ആ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. സീന മുഹമ്മദ് പറയുന്നു, പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം, എല്ലാം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ആ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ ഏറ്റുപറച്ചിലുകളുമായി ബന്ധപ്പെട്ടുള്ള ആ വാർത്തയോട് പ്രതികരിക്കുന്നത്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. ചുമയ്ക്കുള്ള സിറപ്പുകളുടെ വിൽപ്പനയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഒരിടത്തു നിന്നും ഇനി സിറപ്പുകൾ ലഭിക്കില്ല. മരുന്നുകൾ നേരിട്ട് വാങ്ങുന്ന രീതി പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അടിയന്തര വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അമിതവും സുരക്ഷിതവുമല്ലാത്ത മരുന്നുകളുടെ ഉപയോഗം തടയുക ലക്ഷ്യം വെച്ചാണ് നടപടി. കാണാം, ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കുറിപ്പില്ലാതെ മരുന്നില്ല. ചെറിയൊരു പനിയോ ചുമയോ വന്നാൽ അടുത്തുള്ള ഏതെങ്കിലും ഫാർമസിയിൽ പോയി ഏതെങ്കിലും ചുമമരുന്ന് വാങ്ങി കഴിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. എന്നാൽ ഈ ശീലം മാറ്റേണ്ടി വരും. രാജ്യത്തിന്റെ ഒരു ഫാർമസിയിൽ നിന്നും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇനി സിറപ്പുകൾ ലഭ്യമാകില്ല. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഫ് സിറപ്പുകൾ കഴിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചതിന് പിന്നാലെയാണ് നിർണായക തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സിറപ്പുകൾ വിൽക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കർശന വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഹർഷ് മംഗളയാണ് ഇത് സംബന്ധിച്ച അടിയന്തര വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. നിലവിലുള്ള നിയമത്തിലെ ഷെഡ്യൂൾ K പ്രകാരം ചില പ്രത്യേക നിയന്ത്രണങ്ങളിൽ നിന്നും ഇളവ് നൽകിയിരുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽ നിന്നും സിറപ്പുകളെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും നീക്കം ചെയ്തു. നിയമം ലംഘിച്ച് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ വിൽക്കുന്ന ഫാർമസികൾക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കും. രാജ്യത്ത് നടക്കിയ ചില ദാരുണ മരണങ്ങളാണ് കടുത്ത നിയന്ത്രണത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത്. വ്യാജ കഫ് സിറപ്പുകൾ കഴിച്ച രാജസ്ഥാനിലും മധ്യപ്രദേശിലും നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായി. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന പല രാസവസ്തുക്കളുടെയും സാന്നിധ്യം ഈ കഫ് സിറപ്പുകളിലും കണ്ടെത്തിയിരുന്നു. ചെറിയ കുട്ടികൾക്ക് ഡോക്ടറെ കാണിക്കാതെ സ്വന്തം നിലയിൽ രക്ഷിതാക്കൾ മരുന്ന് വാങ്ങി നൽകുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. അളവിൽ കൂടുതൽ മരുന്ന് ഉള്ളിൽ ചെല്ലുന്നതും നിലവാരമില്ലാത്ത മരുന്നുകൾ ഉപയോഗിക്കുന്നതും വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. ഗുണനിലവാരമില്ലാത്ത ചില കഫ് സിറപ്പുകളിലെ മാരകമായ രാസവസ്തുക്കൾ കുട്ടികളുടെ ആന്തരിക അവയവങ്ങളെ തകർക്കുന്നു. ഇതാണ് ദാരുണമായ മരണങ്ങളിലേക്കും നയിക്കുന്നത്. പുതിയ ഉത്തരവോടെ മെഡിക്കൽ സ്റ്റോറുകളിൽ സ്റ്റോക്കുകൾ സംബന്ധിച്ചും വിൽപ്പന സംബന്ധിച്ചും കൃത്യമായ കണക്കുകൾ ഉടമകൾ സൂക്ഷിക്കേണ്ടി വരും. ചുമയ്ക്ക് ശമനം നൽകാൻ വാങ്ങുന്ന മരുന്നുകൾ ജീവനെടുക്കുന്ന വിഷമായി മാറിയതോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. ഡോക്ടർമാരുടെ കുറിപ്പടി നിർബന്ധമാക്കുന്നതോടെ ഒരു പരിധിവരെ സ്വയം ചികിത്സയും വ്യാജമരുന്നുകളുടെ വിൽപ്പനയും തടയാനാകും. നിയമം കർശനമാകുമ്പോഴും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും പൊതുജനവും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഡൽഹിയിൽ നിന്നും അരവിന്ദ് PR, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക, ഡോക്ടറുടെ കുറിപ്പടി അനുസരിച്ച് മരുന്ന് വാങ്ങുക, നേരെ പോയി മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കുക. ഏതായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. സുജേഷ് നന്നങ്ങാടി പറയുന്നു, കുറിപ്പില്ലാതെ മരുന്ന് കൊടുക്കില്ല എന്ന് മെഡിക്കൽ ഷോപ്പുകാർ തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമാണ് ഇത് എന്ന കാര്യം. സുബ്രഹ്മണ്യൻ പറയുന്നു, കൈമടക്ക് കൊടുത്താൽ എല്ലാ മെഡിസിനും കിട്ടും എന്ന്. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. രവികുമാർ PB പറയുന്നു, ചുമയുടെ സിറപ്പ് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ചുമ മാറുവാൻ പഴമക്കാർ ഉപയോഗിച്ച് വരുന്ന കൽക്കണ്ടം നല്ലതാണ്. അത് രവികുമാറിൻ്റെ അഭിപ്രായമാണ്. ആ നിലയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും അസുഖം വന്നാൽ ഡോക്ടറെ കാണുക, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മരുന്ന് വാങ്ങുക, ഉപയോഗിക്കുക.
മറ്റൊരു വിശേഷത്തിലേക്കാണ്. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണം 127.38 കോടി രൂപയ്ക്ക് മലപ്പുറം ആസ്ഥാനമായ ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ച നടപടിക്രമങ്ങളിൽ ഗുരുതര വീഴ്ചകളെന്ന ആരോപണം. വിജിലൻസ് പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചതിന് പിന്നാലെ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കെ ജയന്ത് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രംഗത്തു വന്നു. സാധാരണ 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ 3-4 കോടി രൂപ മാത്രം വേണ്ടിവരുന്ന സ്ഥാനത്ത് 16 കോടി രൂപയാണ് 1 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് ചെലവിട്ടത്. കാണാം, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാട്ടിലെ തടി, തേവരുടെ ആന. 1 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് ചെലവഴിക്കുന്നതിൻ്റെ 4 ഇരട്ടി തുക ചെലവഴിച്ചാണ് ഞാനിപ്പോൾ നിൽക്കുന്ന മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതായത് തീവെട്ടിക്കൊള്ളം നടന്ന ഒരു റോഡ് നിർമ്മാണത്തിൻ്റെ കഥയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. മുപ്പത് വർഷത്തേക്കെങ്കിലും പൊളിച്ചുപണി വേണ്ടാത്ത രീതിയിൽ നിർമ്മാണം നടത്തേണ്ട സ്ഥാനത്ത് പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്ന ലാഘവത്തോടെയാണ് മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് നിർമ്മിച്ചതെന്നാണ് പ്രധാന ആക്ഷേപം. റോഡ് നിർമ്മാണത്തിനുള്ള 127.38 കോടി രൂപയുടെ കരാർ മിഡ്ലാൻഡ് കോൺട്രാക്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഏൽപ്പിച്ചതിൽ ഉന്നതതല അന്വേഷണം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനിടെ ആദ്യഘട്ട റോഡ് നിർമ്മാണം പകുതി പോലും പൂർത്തിയാക്കുന്നതിന് മുൻപ് കരാർ കമ്പനിക്ക് 46.76 കോടി രൂപ കൊടുത്തതിന്റെ ഉത്തരവും പുറത്തു വന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ ഭാഗത്തിന്റെ ഉദ്ഘാടനവും രണ്ടാം ഘട്ടമായ മലാപ്പറമ്പ് വെള്ളിമാടുകുന്ന് ഭാഗത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചിരുന്നു. പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നതാണ്. അപ്പോൾ ഈ നഗരത്തിനകത്ത് ഇത്ര ലാഘവത്തോടു കൂടി 10-16 കോടി രൂപ 1 കിലോമീറ്റർ നീളത്തിൽ സാധാരണക്കാരായ മനുഷ്യൻ്റെ നികുതി പണം ഈ 1 കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കാൻ നൽകിയത് അത് ചെയ്തിട്ടില്ല എന്ന് വരുമ്പോൾ ഇതിനകത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉന്നതരായ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. ഒന്ന് ഇതിനകത്ത് കരാർ ഇവർക്ക് ലഭിച്ചത് വളരെ ദുരൂഹമാണ്. ഒരിക്കലും ടെൻഡർ ക്വാളിഫിക്കേഷൻ ഒരു ക്രൈറ്റീരിയയിലും പാസ്സാവാത്ത ഒരു കമ്പനിക്ക് കരാർ ലഭിക്കുക എന്നുള്ളത് അത് ഇത്ര പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി. 60% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെന്നാണ് കഴിഞ്ഞ ആഴ്ച കളക്ടർ വിളിച്ച അവലോകന യോഗത്തിൽ കമ്പനി അധികൃതർ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ മാർച്ചിൽ തന്നെ റോഡ് നിർമ്മാണത്തിൻ്റെ 60% തുക കമ്പനി എങ്ങനെയാണ് കൈപ്പറ്റിയത്? ആ ചോദ്യം ഇവിടെ ഉയരുകയാണ്. കഴിഞ്ഞ മാർച്ച് 9-നായിരുന്നു ആദ്യഘട്ട ഉദ്ഘാടനം. കമ്പനിക്ക് 46.76 കോടി രൂപ അനുവദിക്കണമെന്ന് റോഡ് ഫണ്ട് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാർച്ച് 25-നാണ് ശുപാർശ നൽകുന്നത്. ഏപ്രിൽ 24-ന് തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവും ഇറങ്ങി. റോഡ് ഫണ്ട് ബോർഡിന് 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ അനുവദിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നും തുക നൽകാമെന്നും ബില്ലുകളുടെ ആധികാരികത ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പരിശോധിച്ച് നഷ്ടമില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാനാഞ്ചിറ മലാപ്പറമ്പ് പദ്ധതിയെക്കുറിച്ച് ഗൗരവമായ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടായെന്ന് പൊതുമരാമത്ത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. വേണ്ടത്ര നിലവാരത്തിലല്ല റോഡ് നിർമ്മാണമെന്നും മന്ത്രി PK ബഷീർ വ്യക്തമാക്കി. എന്നാൽ കരാർ നൽകിയത് സുതാര്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് റോഡ് ഫണ്ട് ബോർഡ് അധികൃതരും എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ടായെന്ന് കമ്പനി പ്രതിനിധികളും വ്യക്തമാക്കുന്നു. രണ്ടാം ഘട്ട കരാർ ടെൻഡർ വിളിക്കാതെയാണ് ആരോപണ വിധേയമായിട്ടുള്ള കമ്പനിക്ക് നൽകിയത്. 5 കോടിക്ക് മുകളിലുള്ള കരാറുകൾ കൃത്യമായി ടെൻഡർ വിളിക്കണമെന്ന വ്യവസ്ഥയുള്ളപ്പോഴാണ് ഈ നടപടി. എന്തിനു വേണ്ടിയാണിത്? ഒരു കാര്യം മാത്രം പറയട്ടെ, പൊതുജനം കഴുതയല്ല സാർ, അവരിതറിയും, മൂടിവെക്കാൻ ശ്രമിച്ചാലും. അനൂപിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വലിയ കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ. നിരവധി പ്രേക്ഷകർ ആ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. അലി അക്ബർ പറയുന്നു, അല്ലെങ്കിലേ റോഡിൽ ചെലവാക്കുന്നത് ടെൻഡർ തുകയുടെ പകുതിയേ ഉള്ളൂ എന്നാണ് കേൾക്കുന്നത്. ഈ ടെൻഡറിൽ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ അഴിമതിയുടെ വലിപ്പവും കൂടിയിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. അബ്ദുള്ള അബ്ദു പറയുന്നു, ജനത്തിൻ്റെ പണം കൊള്ള ചെയ്യപ്പെടുകയാണ്, ഇതിൽ ഉന്നതർക്ക് പങ്കുണ്ട്, നടപടി എടുക്കണം എന്ന്.
എബ്രഹാം തോമസ് പറയുന്നു, ക്രമക്കേടില്ലാത്ത റോഡുകൾ ഏതെങ്കിലും കേരളത്തിലുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇങ്ങനെ നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. സദാശിവൻ പിള്ള പറയുന്നു, പുട്ടിംഗ് പീപ്പിൾസ് ടാക്സ് മണി ഇൻ ടു ഡ്രെയിനേജ്, ദാറ്റ് ഈസ് വാട്ട് റോഡ് ലേയിങ് റിമൈൻസ് അസ് എന്ന കാര്യമാണ്. അതിനിടയിൽ കൂടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള റീന സതീശൻ പറയുന്നുണ്ട്, KSRTC ബസ്സിലെ സൗജന്യ യാത്രയിലാണ് ഇപ്പോൾ റീന സതീശൻ. 50 രൂപ വീതം ലാഭിക്കുന്നുണ്ട് ദിവസവും എന്നാണ്. അങ്ങനെ ഈ നിലയിൽ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ അത്തരത്തിൽ ചെറിയ ചെറിയ തുകകൾ സമ്പാദിക്കട്ടെ, പണം സമാഹരിക്കട്ടെ എന്നൊക്കെ നമുക്ക് കരുതാം. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അമൃത് ഭാരത് പദ്ധതി എങ്ങുമെത്തിയില്ല. പദ്ധതി ആരംഭിച്ചത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒച്ചിഴയും വേഗം എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാണാം തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്, ഇഴഞ്ഞു നീങ്ങുന്ന വികസനം. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 1000-ലധികം റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിനു വേണ്ടി അമൃത് ഭാരത് പദ്ധതി നടപ്പിലാക്കിയത്. തിരുവനന്തപുരത്താകട്ടെ തിരഞ്ഞെടുത്തത് ചിറയിൻകീഴും നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനും. ഇതിൽ ചിറയിൻകീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിവേഗത്തിൽ ഉദ്ഘാടനവും കഴിഞ്ഞു. എന്നാൽ നെയ്യാറ്റിൻകരയിലെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. വർഷം മുമ്പാണ് അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിക്കുന്നത്. എന്നാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ച നിലയിലാണ്. മഴക്കാലം തുടങ്ങിയതോടെ റെയിൽവേ സ്റ്റേഷനും റോഡും പരിസരവുമെല്ലാം കാൽനട യാത്രക്കാർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്ത് നടക്കുന്നതെന്ന് സാധാരണക്കാർക്ക് പോലും പിടിപെടാത്ത അവസ്ഥയാണ്. കാര്യം കുറേ ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് പണി ചെയ്യുന്നു. ഒരു മഴ അടുപ്പിച്ച് കുറേ പണികൾ മഴ അടുപ്പിച്ച് ചെയ്യും. മഴയുടെ പേരും പറഞ്ഞ് നിർത്തിവെക്കുന്നു. ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. ഇവിടെയുള്ള യാത്രക്കാരെ മൊത്തത്തിൽ ദുരിതത്തിലാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. നിർമ്മാണം തുടങ്ങിയതിന് പിന്നാലെ ഇരുചക്ര വാഹനങ്ങൾ സുരക്ഷിതമായി വെക്കാൻ പോലും സ്ഥലമില്ല. റിസർവേഷൻ കൗണ്ടറും ടിക്കറ്റ് വിതരണ കേന്ദ്രവുമെല്ലാം താൽക്കാലിക കെട്ടിടങ്ങളിലേക്കായിട്ട് ഏറെ കാലമായി. 1 വർഷത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ ഒച്ചിഴയും വേഗത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് ആക്ഷേപം. പക്ഷേ പദ്ധതി തുടങ്ങി വയ്ക്കുകയും സമീപത്തുള്ള എല്ലാ വീടുകളുടെയും അവിടെ എൻട്രൻസ് എല്ലാം അടച്ചു. ഇതെല്ലാം റെയിൽവേ പ്രോപ്പർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ അപ്പുറത്തുള്ള വീടുകളെല്ലാം തന്നെ അവർക്കിപ്പം പോകാൻ പ്രത്യേകിച്ച് വഴിയില്ല. ഇപ്പോൾ അവർ അവരുടെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങണമെങ്കിൽ റെയിൽവേ പ്രോപ്പർട്ടി കൂടെ കയറി വരാൻ പറ്റുള്ളൂ. ഒരു വണ്ടിയോ ഒരു കാറോ ഒരു ബൈക്ക് പോലും പോകാൻ പറ്റുന്ന സ്ഥലത്തിലാണ് ഇപ്പോൾ വഴി വിട്ടിട്ടുള്ളത്. ദിവസേന 100 കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് നെയ്യാറ്റിൻകര. ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ പദ്ധതി കാരണം ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടെന്നാണ് ആക്ഷേപം. നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കെട്ടിടങ്ങൾ പൊളിക്കുന്നതിലും പരാതിയുണ്ട്. കെട്ടിടങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് റെയിൽവേ ഏറ്റെടുത്തിട്ടുള്ളത്. ബാക്കി ഭാഗം ഉടമ സംരക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. ഒരു ഭാഗം പൊളിച്ചു നീക്കുമ്പോൾ മറ്റു ഭാഗത്ത് ബലക്ഷയമുണ്ടാകുമെന്നാണ് ആക്ഷേപം. ഇഴയാൻ കാരണം അവർ ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞാണ് പറയുന്നത്. പക്ഷേ കൂടെ വരാറുണ്ട്. കുറച്ച് പണി എവിടെന്നെങ്കിലും കുറച്ച് പൈസ എവിടെ നിന്ന് കിട്ടുമ്പോൾ കൊണ്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ പ്രധാന ആകർഷണമായ സ്റ്റേഷന്റെ മുൻവശത്തെ ആർച്ചിന്റെയും ഇടനാഴിയുടെയും നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള 2 കവാടങ്ങളുടെ ജോലികളും ഇതുവരെ തുടങ്ങിയില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു വികസന പദ്ധതി വന്നതോടെ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ്. ഇനിയെന്ന് ഈ ദുരിതത്തിൽ നിന്ന് കരകയറാനാകുമെന്നാണ് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവർ പരസ്പരം ചോദിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. എന്നാൽ വിഭാവനം ചെയ്തതല്ലാതെ ആ പദ്ധതി നടപ്പിലായോ എന്നുള്ളത് അന്വേഷിക്കാൻ പോലും ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ക്യാമറമാൻ AS അഭിജിത്തിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനിടയിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. അത് കാസർഗോഡ് മൂളിയാർ ബാലനെടുക്കത്ത് ആൾക്കൂട്ട ആക്രമണം എന്ന വാർത്തയാണ് ഒരെണ്ണം. മറ്റൊന്ന്, തിരുവനന്തപുരം കന്യാകുളങ്ങരയിൽ പെൺകുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ വട്ടപ്പാറ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത.
മറ്റൊരു വാർത്ത, പാലക്കാട് തൃത്താലയിൽ KSRTC പ്രിയദർശിനി ബസ്സിന് അവിടെ പണി കിട്ടിയ ഒരു വാർത്തയാണ്. അതായത് അർജന്റീനയുടെ പതാകയിൽ കെട്ടിയ, ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പതാകയിൽ കെട്ടിയ കല്ല് വീശിയടിച്ച് KSRTC ബസ്സിൻ്റെ മുൻവശത്തെ ചില്ല് തകർന്നു എന്ന വാർത്തയാണ്. ഈ വാർത്തയിലേക്കൊക്കെ വളരെ വേഗത്തിൽ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. അല്പം മുമ്പ് വന്ന വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കന്യാകുളങ്ങരയിൽ പെൺകുട്ടിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ പിടികൂടി. കാർ ഉപേക്ഷിച്ച പ്രതി ബന്ധുവിൻ്റെ കൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് വട്ടപ്പാറ പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് നെടുമങ്ങാട് പനവൂർ സ്വദേശിയായിട്ടുള്ള സഹദ് വീടിന് സമീപം വെച്ച് കുത്തി പരിക്കേൽപ്പിച്ചത്. വീട്ടിൽ നിന്നും ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനായി പുറത്തേക്കിറങ്ങിയ കുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് കുത്തേറ്റ് കിടക്കുന്ന നിലയിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് ഈ സംഭവത്തിന് ശേഷം സഹദ് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ വട്ടപ്പാറ പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് തന്നെയാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം കണിയാപുരത്ത് കാർ ഉപേക്ഷിച്ച പ്രതി ബന്ധുവിന്റെ കൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. ഇയാൾ കുത്തിപ്പരിക്കേൽപ്പിച്ച വിദ്യാർത്ഥിനി നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖത്തും മുതുകിലും കുത്തേറ്റ പെൺകുട്ടിയുടെ മുതുകിലെ മുറിവ് ആഴത്തിലുള്ളതാണ്. പക്ഷേ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നമില്ല, അല്ലെങ്കിൽ ആശങ്കപ്പെടാനില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും പ്രതിയെ പിടികൂടിയ സാഹചര്യത്തിൽ എന്താണ് അക്രമ കാരണം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ നടത്തും. ദിലീപ് കുമാർ, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തർ. ഇതോടെ പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ചേരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം.